Hi friends, welcome to another video. ഇന്ന് നമ്മൾ പഠിക്കുന്നത് +1 കൊമേഴ്സിലെ അക്കൗണ്ടൻസി ചാപ്റ്റർ 1 ഇൻട്രഡക്ഷൻ ടു അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു പാഠഭാഗമാണ്. നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള അക്കൗണ്ടൻസിയുടെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അക്കൗണ്ടൻസി പഠിക്കുന്ന സമയത്ത് നമ്മൾ രണ്ടാളുകളാണ്. ഒന്നാമത് നമ്മൾ ബിസിനസ്സുകാരനായിരിക്കണം. അതായത് നമ്മുടെ മൈൻഡിൽ നമ്മൾ അക്കൗണ്ടൻസി പഠിക്കുന്ന സമയത്ത് നമ്മൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ നമ്മളൊരു ബിസിനസ് പേഴ്സൺ ആയിരിക്കണം, അല്ലെങ്കിൽ ബിസിനസ് മാൻ ആയിരിക്കണം. ഓക്കെ, പിന്നെ ഒരു അക്കൗണ്ടൻറ്റ് കൂടി ആയിരിക്കണം. ഓക്കെ, ആ ഒരു ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ അക്കൗണ്ടൻസി പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മുടെ എല്ലാ ബിസിനസ്മാനും ബിസിനസ് ചെയ്യുന്ന എല്ലാവരുടെയും ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ബിസിനസ് ചെയ്യുന്ന എന്തിനാണ്? പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, എവറി ബിസിനസ് മാൻ ക്യാരീസ് ഓൺ ബിസിനസ് മെയിൻലി ടു ഏൺ പ്രോഫിറ്റ്. അപ്പോൾ എല്ലാ ബിസിനസ് ചെയ്യുന്ന ആളുകളും എന്തിനു വേണ്ടിയിട്ടാണ് ബിസിനസ് ചെയ്യുന്നത്? പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബിസിനസ് ചെയ്യുന്നത്. ഓക്കെ, ആൾക്ക് ഹി വിൽ ബി ഇൻട്രസ്റ്റഡ് ടു നോ ദി എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് മെയ്ഡ്. അപ്പോൾ ആൾക്ക് എന്താ അറിയണം? ഞാൻ ബിസിനസ് ചെയ്തിട്ട് എനിക്ക് എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട് എന്നറിയണം. ചിലപ്പോൾ പ്രോഫിറ്റ് ആയിരിക്കില്ല, ലോസ് ആയിരിക്കാം. അപ്പോൾ എത്രത്തോളം എനിക്ക് ലോസ് വന്നിട്ടുണ്ട് ബിസിനസ്സിൽ നിന്ന് എന്നും അറിയണം. എപ്പോൾ? ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ, ഏതെങ്കിലും ഒരു വർഷം 2011, 2022 അല്ലെങ്കിൽ 2023 എത്രത്തോളം ബിസിനസ്സിൽ പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ലോസ് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക, പ്രോഫിറ്റ് പറഞ്ഞാൽ ലാഭം, എത്രത്തോളം ലാഭം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ലോസ് എത്രത്തോളം നഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് മാത്രമല്ല, ആൾക്ക് ഇപ്പോൾ നമ്മുടെ ബിസിനസ് എവിടെ നിൽക്കുന്നു, നമ്മുടെ ബിസിനസ്സിൻ്റെ പൊസിഷൻ എവിടെയാണ് എന്നുകൂടി അറിയാനായിട്ടുള്ള ഒരു താല്പര്യം ആ ഒരു ബിസിനസ് മാന് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട്, ഹി വിൽ ബി ഇൻട്രസ്റ്റഡ് ടു നോ ദി എമൗണ്ട് ഓഫ് പ്രോഫിറ്റ്സ് മെയ്ഡ് ഓർ ദ ലോസ് ഇൻകേർഡ് ഇൻ ദ ബിസിനസ് ഡ്യൂറിങ് എ പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം. ഈ പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം എന്ന് പറയുന്ന സമയത്ത് ഒരു അക്കൗണ്ടിങ് ഇയർ ആണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് April 1 മുതൽ March 31 വരെയാണ് അക്കൗണ്ടിങ് ഇയർ. നമ്മൾ വർഷാരംഭം എന്ന് പറയുന്നത് സാധാരണ നമ്മൾക്ക് എന്താണ് January 1 മുതൽ December 31 വരെയാണ്. പക്ഷേ അങ്ങനെയല്ല, അക്കൗണ്ടൻസി പഠിക്കുന്ന സമയത്ത് നമ്മളൊരു അക്കൗണ്ടൻ്റ് ആണ് അല്ലെങ്കിൽ ഒരു ബിസിനസ് മാൻ ആണ്. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിങ് ഇയർ വരുന്നത് April 1 മുതൽ March 31 വരെയാണ്. ഓക്കെ, സോ ഹി ഓൾസോ വിഷസ് ടു നോ ദി ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ബിസിനസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബിസിനസ് ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്നുകൂടി അറിയാനായിട്ടുള്ളൊരു ടെൻഡൻസി ബിസിനസ് മാൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു മോഡേൺ ബിസിനസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അത് ഇന്നത്തെ കാലത്തെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഒരുപാട് ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട്. ഒരുപാട് പൈസ ഇങ്ങോട്ട് വരുന്നു, അങ്ങോട്ട് പോകുന്നു, അവിടെ പൈസ കൊടുക്കുന്നു, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു, ഇവിടുന്ന് ഒരാൾ കടം മേടിക്കുന്നു, അയാൾ നമ്മൾ കടം കൊടുക്കുന്നു, തിരിച്ചു കൊടുക്കുന്നു, ലോൺ എടുക്കുന്നു. അങ്ങനെ ഒരുപാട് ട്രാൻസാക്ഷൻസ് നമ്മൾ ഇക്കാലത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം കൂടി മനുഷ്യന്മാർ ഓർത്ത് വയ്ക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിബിൾ അല്ല. നമ്മൾ അയ്യോ ഒരാൾക്ക് ഞാൻ പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ എന്നൊക്കെ നമ്മൾ പിന്നീടാവും ആലോചിക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ മനുഷ്യന്മാർ എത്ര ബുദ്ധിയുള്ള ആളാണെന്നുണ്ടെങ്കിലും ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഓർത്തെടുക്കാനായിട്ട് പറ്റില്ല. ഒരുപാടുണ്ടാവും, തൗസൻഡ്സ് ഓഫ് ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. ട്രാൻസാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പണമിടപാടുകൾ, പൈസ അങ്ങോട്ട് കൊടുക്കുന്നു, ഇങ്ങോട്ട് മേടിക്കുന്നു. അത് ഓക്കെ. അപ്പോൾ ആസ് ദ ട്രാൻസാക്ഷൻസ് ഓഫ് എ മോഡേൺ ബിസിനസ് ആർ ന്യൂമറസ്, എന്നുവെച്ചാൽ കുറേ ഉണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. അപ്പോൾ തീർച്ചയായിട്ടും പോസിബിൾ അല്ല ഫോർ എനി ബിസിനസ്മാൻ. ആർക്കാണെങ്കിലും പറ്റില്ല ടു റിമെമ്പർ, ഓർത്ത് വയ്ക്കാനായിട്ട് ഓൾ ഹിസ് ട്രാൻസാക്ഷൻസ്, എല്ലാ പൈസ അങ്ങോട്ട് പോയതും ഇങ്ങോട്ട് വന്നതൊന്നും ഓർത്തിരിക്കാൻ പറ്റില്ല. ഹൗവർ ഗുഡ് ഹിസ് മെമ്മറി മേ ബി, എത്ര ബുദ്ധിയുള്ള ആളാണെങ്കിലും അത് പറ്റില്ല. ഓക്കെ, സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ദ നെസസിറ്റി ഓഫ് അക്കൗണ്ടിങ് ഇൻ ബിസിനസ് എറോസ് ഡ്യൂ ടു ദ ലിമിറ്റേഷൻസ് ഓഫ് ഹ്യൂമൻ മെമ്മറി. മനുഷ്യന്മാർക്ക് ഇത്രയും കാര്യങ്ങളൊന്നും ഫുള്ളായിട്ട് ഓർത്ത് വയ്ക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഈ അക്കൗണ്ടിങ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിൻ്റെ, ആ ഒരു ആശയത്തിൻ്റെ ആവശ്യകത വന്നിട്ടുള്ളത്. ഓക്കെ, so all transactions relating to business are to be recorded in books of accounts in a systematic manner. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? എല്ലാ ട്രാൻസാക്ഷൻസും, എല്ലാ പണമിടപാടുകളും എവിടെ എഴുതി വയ്ക്കും? നമ്മുടെ ബുക്സിൽ എഴുതി വയ്ക്കും. അക്കൗണ്ടിങ്ങിൻ്റെ ബുക്സ് ഉണ്ട്. ഓക്കെ, അതിൽ എഴുതി വയ്ക്കും, റെക്കോർഡ് ചെയ്ത് വയ്ക്കും. ഓക്കെ, ഒരു സിസ്റ്റമാറ്റിക് മാനറിൽ, അതായത് ഒരു നല്ലൊരു കൃത്യമായിട്ടുള്ള ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതൊക്കെ എഴുതി വയ്ക്കും. ഓക്കെ, മനസ്സിലായല്ലോ? അതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ദ നെസസിറ്റി ഓഫ് അക്കൗണ്ടിങ് ഇൻ ബിസിനസ് എറോസ് ഡ്യൂ ടു ദ ലിമിറ്റേഷൻസ് ഓഫ് ഹ്യൂമൻ മെമ്മറി. മനുഷ്യന്മാർക്ക് അത്രയൊന്നും ആലോചിച്ച് വയ്ക്കാൻ പറ്റില്ല, ഓർത്ത് വയ്ക്കാൻ പറ്റില്ല. സോ ഓൾ ട്രാൻസാക്ഷൻസ് റിലേറ്റിംഗ് ടു ബിസിനസ് ആർ ടു ബി റെക്കോർഡഡ് ഇൻ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ. കറക്റ്റായിട്ടുള്ള ഒരു രീതിയിൽ എന്ത് ചെയ്യണം? എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ട് എഴുതി വയ്ക്കണം.
അക്കൗണ്ടിങ് ഹാസ് റൈറ്റ്ലി ബീൻ ടേംഡ് ആസ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. നമുക്ക് അക്കൗണ്ടിങ്ങിനെ വേറെ ഒരു കാര്യം കൂടി പറയാം. അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ ഭാഷയാണെന്ന് പറയാൻ പറ്റും, ബിസിനസ്സിൻ്റെ ലാംഗ്വേജ് ആണെന്ന് പറയാൻ പറ്റും. കാരണം എന്താ, ശരിക്കും നമ്മുടെ ലാംഗ്വേജിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലാംഗ്വേജിൻ്റെ ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആശയവിനിമയം നടത്തുക എന്നുള്ളതാണ്. നമ്മുടെ ഐഡിയാസ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഒരു ബിസിനസ് സ്ഥാപനത്തിന് അതിൻ്റെ ലാഭമാണോ അല്ലെങ്കിൽ നഷ്ടമാണോ ഉണ്ടായിട്ടുള്ളത് എന്നുള്ള എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ അതെവിടെ നിൽക്കുന്നു എന്നുള്ള എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരോട് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, അക്കൗണ്ടിങ് വേണം. ഓക്കെ, അപ്പോൾ ദ ബേസിക് ഫംഗ്ഷൻ ഓഫ് ലാംഗ്വേജ് ഈസ് ടു സെർവ് ആസ് എ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ നമുക്കറിയാം ലാംഗ്വേജിൻ്റെ മെയിനായിട്ടുള്ള ഒരു ലക്ഷ്യം എന്താണ്, ആശയവിനിമയം നടത്തുക. അത് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. അക്കൗണ്ടിങ് സെർവ്സ് ദിസ് ഫംഗ്ഷൻ. അക്കൗണ്ടിങ് എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്, ബൈ കമ്മ്യൂണിക്കേറ്റിംഗ് ദ റിസൾട്ട്സ് ഓഫ് ബിസിനസ്സിൻ്റെ റിസൾട്ട്സ്. ഓക്കെ, അതായത് ലാഭമാണോ നഷ്ടമാണോ എന്നുള്ള റിസൾട്ട് എന്ത് ചെയ്യും, ബിസിനസ് ഓപ്പറേഷൻസ് ടു വാരിയസ് പാർട്ടീസ് ഹു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഇറ്റ്. ഓക്കെ, ആർക്കൊക്കെയാണോ ഈ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ അറിയാനായിട്ട് താല്പര്യമുള്ളത് അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇതുകൊണ്ടാണ് എന്തെന്ന് പറയുന്നത്, അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ലാംഗ്വേജ് ഓഫ് ബിസിനസ് എന്ന് കൂടി പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വിചാരിക്കും അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഇപ്പോൾ അടുത്ത് വന്നിട്ടുള്ള സംഭവമാണ്, ഞാൻ ഒരു 2-3 വർഷമായിട്ടുണ്ടാവും അക്കൗണ്ടിങ് വന്നിട്ടില്ല, അല്ലെങ്കിൽ ഒരു 10 വർഷമായിട്ടുണ്ടാവും അക്കൗണ്ടിങ് വന്നിട്ട് എന്ന് നമ്മൾ വിചാരിക്കും. ഒരിക്കലുമല്ല. അക്കൗണ്ടിങ് എന്ന് പറയുന്നത് പൈസ എന്നാണോ ഉണ്ടായിട്ടുള്ളത്, മണി എന്നാണോ ഉണ്ടായിട്ടുള്ളത്, അന്ന് മുതൽ തന്നെ എന്തുണ്ട്, നമ്മുടെ അക്കൗണ്ടിങ് ഉണ്ട്. അതിനുള്ള എവിഡൻസും കാര്യങ്ങളൊക്കെ നമുക്ക് പണ്ട് ഇന്ത്യയിൽ തന്നെ നമുക്ക് ഒരുപാട് മേഖലകളിൽ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. അപ്പോൾ അതായത് സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ, പ്രാചീന കാലം മുതൽ തന്നെ അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരാശയം നിലവിലുണ്ട്. ഓക്കെ, അപ്പോൾ അക്കൗണ്ടിങ് ഈസ് ആസ് ഓൾഡ് ആസ് മണി ഇറ്റ് സെൽഫ്. അപ്പോൾ പൈസയുടെ അത്രയും തന്നെ പഴക്കം അക്കൗണ്ടിങ്ങിനുണ്ട്. ഇൻ ഇന്ത്യ ഓൾസോ, ഇന്ത്യയിൽ കൂടി എന്തുണ്ട്, ദർ ഈസ് അഡിക്വേറ്റ് എവിഡൻസ് ഓഫ് സിസ്റ്റമാറ്റിക് അക്കൗണ്ടിങ് മെത്തേഡ്സ് യൂസ്ഡ് ഇൻ ദി ആൻഷ്യൻ പീരീഡ്. പുരാതന കാലത്ത് നല്ല രീതിയിലുള്ള, നല്ല വൃത്തിയും വെടിപ്പുമായിട്ട്, നല്ല അടിപൊളിയായിട്ട് അക്കൗണ്ടിങ് സിസ്റ്റം അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഒക്കെ നമ്മൾ രേഖപ്പെടുത്തി വെച്ചിരുന്നതിൻ്റെ തെളിവുകളൊക്കെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, പ്രാചീന ഇന്ത്യയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ തെളിവുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ അർത്ഥശാസ്ത്രത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. അർത്ഥശാസ്ത്രം എന്ന് പറയുന്നത് ചാണക്യൻ എഴുതിയിട്ടുള്ളതാണ്. ചാണക്യൻ എന്ന് പറയുന്ന ഒരു പണ്ഡിതനാണ്, ഒരു മഹാപണ്ഡിതനാണ്. ചാണക്യൻ്റെ വേറൊരു പേരാണ് കൗട്ടില്യൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിയേ, കൗട്ടില്യാസ് ഫേമസ് അർത്ഥശാസ്ത്ര നോട്ട് ഓൺലി റെഫേഴ്സ് ടു പൊളിറ്റിക്സ് ആൻഡ് എക്കണോമിക്സ്, ഓക്കെ, ബട്ട് ഓൾസോ എക്സ്പ്ലെയിൻസ് ദി ആർട്ട് ഓഫ് അക്കൗണ്ട് കീപ്പിംഗ്. അതായത് വളരെ പ്രസിദ്ധമായിട്ടുള്ള അർത്ഥശാസ്ത്രയിൽ അത് എഴുതിയിട്ടുള്ളവരാണ് കൗട്ടില്യാണ് അല്ലെങ്കിൽ ചാണക്യനാണ്. അതിൽ പറയുന്നുണ്ട്, അതിൽ രാഷ്ട്രീയത്തിനെ കുറിച്ചിട്ടും സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ചിട്ടും മാത്രമല്ല പറയുന്നത്, അക്കൗണ്ട് കീപ്പിങ്ങിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിനെ കുറിച്ചിട്ടും വ്യക്തമായിട്ട് ചാണക്യൻ്റെ അർത്ഥശാസ്ത്രയിൽ പറയുന്നുണ്ട്. ഓക്കെ, however the modern system of accounting owes its origin to Luca Pacioli, an Italian who first published his book on double entry system of accounting in 1494. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഇന്ത്യയിലത്തെ കൗട്ടില്യൻ അല്ലെങ്കിൽ പുരാതന ഇന്ത്യയിലുള്ള പണ്ഡിതനായിരുന്നു, മഹാപണ്ഡിതനായിരുന്നു നമ്മുടെ കൗട്ടില്യൻ അല്ലെങ്കിൽ ചാണക്യൻ. അദ്ദേഹത്തിൻ്റെ അർത്ഥശാസ്ത്രയിൽ ഇതിനെക്കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് മോഡേൺ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് അതിൻ്റെ ഒറിജിനായിട്ട്, അതിൻ്റെ ഉത്ഭവമായിട്ട് കണക്കാക്കുന്നത് ആരെഴുതിയിട്ടുള്ളതിൻ്റെ ബേസിലാണ്, ലൂക്ക പാസിയോളി എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ എഴുതിയിട്ടുള്ള ഒരു ബുക്കുണ്ട്, ഒരു ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട്. 1494 എഴുതിയിട്ടുള്ളൊരു ബുക്കാണ്. അപ്പോൾ അതിൻ്റെ ബേസിലാണ് ഇന്നത്തെ അക്കൗണ്ടിങ് ടേംസും കാര്യങ്ങളൊക്കെ പറയപ്പെടുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് മീനിങ് ആൻഡ് ഡെഫിനിഷനാണ്. എന്താണ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു ഡെഫിനിഷൻ ഉണ്ടോ, അതിനൊരു നിർവചനം ഉണ്ടോ, അത് എന്താണെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അക്കൗണ്ടിങ് ഈസ് ആൻ ഇൻഫർമേഷൻ സിസ്റ്റം. ഓക്കെ, അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു ഇൻഫർമേഷൻ സിസ്റ്റമാണ് വിച്ച് റിസീവ്സ് ഡാറ്റ. അതിലെന്തൊക്കെയാണ് നടക്കുന്ന കാര്യങ്ങൾ, അതിൽ ഡാറ്റ റിസീവ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇൻപുട്ട് റിസീവ് ചെയ്യുന്നുണ്ട്, അതിനുശേഷം പ്രോസസ്സ് ചെയ്യുന്നുണ്ട് ഈ സംഭവം. അതായത് നമ്മൾ നേടിയെടുത്തിട്ടുള്ള ഡാറ്റാസ് ഇൻപുട്ട് പ്രോസസ്സ് ചെയ്യും, അതിനുശേഷം എന്ത് ചെയ്യും, അതിനെ ഔട്ട്പുട്ടാക്കിയിട്ട് എന്ത് ചെയ്യും, പുറത്തേക്ക് നൽകുകയാണ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അക്കൗണ്ടിങ്ങിൽ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറയാം, അക്കൗണ്ടിങ് ഈസ് ആൻ ഇൻഫർമേഷൻ സിസ്റ്റം വിച്ച് റിസീവ്സ് ഡാറ്റ ഇൻപുട്സ്, പിന്നെ എന്ത് ചെയ്യും, പ്രോസസ് ദ സെയിം ആൻഡ് ഗീവ്സ് ഇറ്റ്സ് ഔട്ട്പുട്ട് ഇൻ ദ ഫോം ഓഫ് ഇൻഫർമേഷൻ വിച്ച് ഈസ് യൂസ്ഫുൾ ഫോർ ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ ഒരുപാട് ഇൻപുട്ടുകൾ എടുത്തിട്ട്, ഡാറ്റാസ് എടുത്തിട്ട്, പ്രോസസ്സ് ചെയ്തിട്ട് ഔട്ട്പുട്ട് തരും. എന്തിനാ ഔട്ട്പുട്ട് തരണത്, നമുക്ക് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടാണ്, നമുക്ക് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കാനായിട്ടാണ്. അതായത് പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യണോ, അല്ലെങ്കിൽ ഉള്ള പ്രൊഡക്റ്റിന് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണോ, ഉള്ള പ്രൊഡക്റ്റ് മാർക്കറ്റിൽ നിന്ന് ഒഴിവാക്കേണ്ടി വരുമോ, നഷ്ടമുണ്ടാകുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ടാണ് നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുന്നത്.
ഇനി ഇതിനൊരു ഡെഫിനിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ വി ക്യാൻ സേ അക്കോർഡിംഗ് ടു അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് AICPA എന്നാണ് പറയുന്നത്. അതായത് അക്കോർഡിംഗ് ടു, അതായത് ഈ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസിൻ്റെ രീതിയിൽ പറയുന്ന സമയത്ത് അവർ നിർവചിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്: അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, classifying and summarizing in a significant manner and in terms of money, transactions and events which are in part at least of financial character and interpreting the result thereof. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം എന്തായാലും പഠിക്കണം കേട്ടോ. നമുക്ക് എക്സാമിന് ഷുവർ ക്വസ്റ്റ്യൻ ആണ്, എക്സാമിന് തീർച്ചയായിട്ടും പഠിക്കേണ്ടതാണ്. ഈ ഡെഫിനിഷൻ ഒരു ചേഞ്ചും ഇല്ലാണ്ട് ഇങ്ങനെ തന്നെ പഠിക്കണം. അപ്പോൾ ഡെഫിനിഷൻ പഠിക്കുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു രീതിയിലുള്ള ചേഞ്ചസും ഉണ്ടാക്കാനായിട്ട് പാടില്ല. അതെങ്ങനെയാണോ നിർവചിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ എഴുതേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്കൊന്നും കൂടി ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിക്കാം. അപ്പോൾ ഇതിൽ പറഞ്ഞതാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു ആർട്ടാണെന്ന് പറഞ്ഞു. ആർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കലയാണ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതായത് വ്യക്തമായിട്ട് അതിനെക്കുറിച്ചിട്ടുള്ളൊരു വിവരമുള്ള അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ ഉള്ള ആൾക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ പറയില്ലേ പെയിൻറ്റിങ് അല്ലെങ്കിൽ സ്കൾപ്ചറിങ് ഓർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അതിനെക്കുറിച്ചുള്ള ഡീപ്പായിട്ടുള്ള നോളജുള്ള ആൾക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് എൻ ആർട്ട്. അതായത് കേപ്പബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്തിട്ട് പ്രൊഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് ഇത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, സോ ദസ് അക്കൗണ്ടിങ് ഈസ് ദി ആർട്ട്. എന്തിൻ്റെ ആർട്ടാണ്? ഇറ്റ് ഈസ് ദി ആർട്ട് ഓഫ് റെക്കോർഡിങ്. ഓക്കെ, അതായത് ഒരു കലയാണ്. എന്തിൻ്റെ കലയാണ്? ഒരു റെക്കോർഡ് ചെയ്യുന്ന, എഴുതി വയ്ക്കുന്ന കാര്യങ്ങളൊക്കെ ശേഖരിച്ച് കറക്റ്റായിട്ട് എഴുതി വയ്ക്കുന്ന ഒരു കലയാണ്. റെക്കോർഡിങ് മാത്രമല്ല കേട്ടോ, ക്ലാസിഫയിങ് ഉണ്ട്, തരംതിരിക്കലുണ്ട്. അതായത് എന്ത് എവിടെ വെക്കണം എന്നുള്ളത് അതിനെയാണ് തരംതിരിക്കുക, ക്ലാസിഫൈ ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ട് നോക്കിയാൽ ഗ്രീന്, ബ്ലൂ, യെല്ലോ, റെഡ് അങ്ങനെ ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് കറക്റ്റായിട്ട് ഇതിൽ ഏതിലാണ് വെക്കേണ്ടത് എന്നുള്ളത് അറിയണം. അതേപോലെ തന്നെ ഈ ട്രാൻസാക്ഷൻ, ഈ പൈസ വന്നിട്ടുള്ളത് അതെവിടെ എഴുതി വയ്ക്കണം, പൈസ പോയിട്ടുള്ളത് എവിടെ എഴുതി വയ്ക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിനാണ് ക്ലാസിഫൈ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ പറഞ്ഞു അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട്. തീർച്ചയായിട്ടും ആർട്ടാണ്. ആർട്ട് ഓഫ് റെക്കോർഡിങ്, ക്ലാസിഫയിങ്. ഇനി സമ്മറൈസ് ചെയ്യുക. നമുക്ക് കുറേ ഡാറ്റാസ് ഉണ്ടാവും. എല്ലാ ഡാറ്റാസും നമ്മൾക്ക് നോക്കി ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എല്ലാ ഡാറ്റാസും എടുത്തതിന് ശേഷം അതൊന്ന് ചുരുക്കി സംക്ഷേപിക്കും, അല്ലെങ്കിൽ എന്താ പറയുക, ഒന്നിങ്ങനെ ചുരുക്കും അതിനെ. ഓക്കെ, സമ്മറൈസ് ചെയ്യും, എന്താ ചുരുക്കി വിവരിക്കും. നമ്മൾ പറയില്ല, ഒരു വലിയൊരു എസ്സേയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവസാനം ഒരു സമ്മറി കൊടുക്കും. സമ്മറി അല്ലെങ്കിൽ ഫിലിമിൻ്റെ ഒക്കെ സമ്മറി കണ്ടിട്ടില്ലേ, അല്ലെങ്കിൽ ഒരു പോയത്തിൻ്റെ ഒക്കെ സമ്മറി കണ്ടിട്ടില്ലേ? സമ്മറി വെച്ചാൽ ഷോർട്ടായിട്ട്, അതായത് ഫുള്ള് ഡാറ്റാസ് എടുത്തിട്ട് അതിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മാത്രം എടുത്തെഴുതും. അതിനാണ് സമ്മറൈസ് ചെയ്യുക എന്ന് പറയുന്നത്. അങ്ങനെ സമ്മറൈസ് ചെയ്യും, എന്നിട്ട് അനലൈസ് ചെയ്യും, എന്നിട്ട് നോക്കും നമ്മൾ ഫുള്ള് ഡാറ്റ. നമ്മൾ നേരത്തെ പറഞ്ഞു, ആദ്യം നമ്മളൊരു കമ്പനിയിലുള്ള ഫുള്ള് ഡാറ്റാസ് എടുത്ത് നോക്കാമെന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് മച്ച് പോസിബിൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ഫുള്ള് ഡാറ്റാസ് റെക്കോർഡ് ചെയ്തു, അതിനെ ക്ലാസിഫൈ ചെയ്ത് വെച്ചു, അറേഞ്ച് ചെയ്ത് വെച്ചു, എന്നിട്ട് നമ്മൾ സമ്മറൈസ് ചെയ്തു, എന്നിട്ട് നമ്മൾ നോക്കും എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇങ്ങനെ നമ്മൾ തരംതിരിച്ച് വെച്ചിട്ട് നോക്കും, എന്നിട്ടാണ് അനലൈസ് ചെയ്യുക. അനലൈസ് ചെയ്ത് നമ്മൾ നോക്കും ഇതിൽ ലാഭം ഉണ്ടായിട്ടുണ്ടോ നഷ്ടം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കും. എന്നിട്ടാണ് നമ്മൾ നിർവചിക്കുന്നത്. നിർവചിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയും ലാഭമുണ്ടായി അല്ലെങ്കിൽ നഷ്ടമുണ്ടായി എന്ന് പറയുന്ന ഒരു നിർവചനം. അതിനാണ് ഇൻ്റർപ്രറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ആ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനൊക്കെ ഇൻ്റർപ്രറ്റ് ചെയ്യുകയും ചെയ്യും. അതിനുശേഷം ആർക്കൊക്കെയാണോ ഇത് അറിയാൻ താല്പര്യമുള്ളത്, ഈ പറയുന്ന അക്കൗണ്ടിങ്ങിനെ കുറിച്ചിട്ട്, നമ്മുടെ കമ്പനീനെ കുറിച്ചിട്ട് അറിയാൻ താല്പര്യമുള്ള എല്ലാവരോടും എന്ത് ചെയ്യും? ഇത് ഷെയർ ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയുന്നുണ്ട്. ആർക്കൊക്കെയാണ് നമ്മൾ പറയുന്നത്? ഇൻട്രസ്റ്റഡ് യൂസേഴ്സ്. ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ഒന്ന് ജസ്റ്റ് ബ്രീഫായിട്ട് പറയാം. ഇപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനത്തിന് ഒരു നല്ല രീതിയിൽ ലാഭം ഉണ്ടായി വിചാരിക്കാം. ഓക്കെ, നല്ല രീതിയിൽ ലാഭം ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മാസം ആ ഒരു കമ്പനിക്ക് ഒരു 8 കോടി രൂപ കിട്ടി എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഗവൺമെൻറ്റുകാർ, ഇൻകം ടാക്സുകാർ വന്നിട്ട് ചോദിക്കും, നിങ്ങൾ ഇൻകം ടാക്സ് അടച്ചോ എന്ന് ചോദിക്കും. മനസ്സിലായോ? അപ്പോൾ അതൊരു ഇൻട്രസ്റ്റഡ് യൂസറാണ്. ഓക്കെ, നമ്മുടെ ഗവൺമെൻറ് ഒരു ഇൻട്രസ്റ്റഡ് യൂസറാണ്. മനസ്സിലായല്ലോ? അല്ലെങ്കിൽ ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ, നമ്മൾക്ക് ബിസിനസ് കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി നീഡ് 2 ലാക്ക്, ഒരു 2 ലക്ഷം രൂപ വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ബാങ്കിൽ പോയിട്ട് പറയും, സാർ എനിക്കൊരു ബിസിനസ് സ്ഥാപനമുണ്ട്, എനിക്കതൊന്ന് കുറച്ചൊന്ന് വലുതാക്കാനായിട്ട് താല്പര്യമുണ്ട്, ആൻഡ് ഐ നീഡ് 2 ലാക്ക് റുപ്പീസ്, എനിക്കൊരു 2 ലക്ഷം രൂപ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ നമ്മുടെ ബാങ്കിലത്തെ മാനേജർ അപ്പോൾ തന്നെ പൈസ എടുത്ത് തരില്ല. ആളെന്ത് ചെയ്യും? ആൾ പറയും, നിങ്ങളുടെ ബിസിനസ്സിൻ്റെ അക്കൗണ്ടിങ് ഒക്കെ ഒന്ന് കൊണ്ടുവരൂ, അല്ലെങ്കിൽ നിങ്ങളുടെ ബാലൻസ് ഷീറ്റ് കൊണ്ടുവരൂ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കൊണ്ടുവരൂ, അല്ലെങ്കിൽ P&L അക്കൗണ്ട് എന്ന് പറയാം, അത് കൊണ്ടുവരൂ എന്നൊക്കെ പറയും. അപ്പോൾ അവർക്കും അറിയണം, പൈസ നിങ്ങൾക്ക് ലോണ് തന്നു കഴിഞ്ഞാൽ വിൽ യു ബി ഏബിൾ ടു റീപേ ദി എമൗണ്ട്, നിങ്ങൾ അത് തിരിച്ചടയ്ക്കാൻ പറ്റുന്ന ആളാണോ, കഴിവുള്ള ആളാണോ, അങ്ങനത്തെ ഒരു കമ്പനിയാണോ എന്നുള്ളത് ആൾക്ക് അറിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ബാങ്കുകാർ നിങ്ങളുടെ ഡീറ്റെയിൽ ചോദിക്കുന്നത്. ഇനി വേറൊരു എക്സാമ്പിൾ നിങ്ങൾ വിചാരിക്കുകയാണ്, സെയിം
നിങ്ങൾക്ക് കമ്പനി ഒന്ന് ഡെവലപ്പ് ചെയ്യണം. ആൻഡ് വി ആർ നോട്ട് ഗോയിങ് ടു ടേക്ക് എനി ലോൺസ്. നമ്മൾ ലോൺ എടുക്കുന്നില്ല. അതിന് പകരം നമ്മൾ ഷെയർ കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. ഷെയർ ഒരു 10-15 ആളുകൾക്ക് ഷെയർ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഷെയർ കൊടുക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഷെയർ ഇഷ്യൂ ചെയ്തു. ഞാൻ പറഞ്ഞു എൻ്റെ കമ്പനിയുടെ ഷെയറുകൾ ഞാൻ കൊടുക്കുകയാണ്, ആർക്ക് വേണമെങ്കിലും ഷെയർ മേടിക്കാം. ഷെയർ മേടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ ഒരു ഡിവിഡൻഡ്, ഒരു ലാഭവിഹിതം എന്ത് ചെയ്യും? അവർക്ക് കൊടുക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഷെയർ മേടിക്കാനായിട്ട് ആളുകൾ വരണമെന്നുണ്ടെങ്കിൽ അവർക്കറിയണം ഇയാളുടെ ഷെയർ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലാഭം കിട്ടാൻ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ നഷ്ടമാവോ എന്നുള്ളത് അറിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അവർ നമ്മുടെ ഷെയറുകൾ വാങ്ങുള്ളൂ. അപ്പോൾ അവരും എന്താണ്? ഇൻട്രസ്റ്റഡ് യൂസേഴ്സാണ്. അപ്പോൾ ഞാൻ കുറച്ച് എക്സാമ്പിളാണ് പറഞ്ഞത്. ബാങ്ക് നമുക്ക് ലോൺ തരുന്നുണ്ടെങ്കിൽ ബാങ്കിന് അത് കൊടുക്കണം. രണ്ടാമത്തത് നമ്മുടെ ഗവൺമെൻറ് ടാക്സിൻ്റെ കാര്യങ്ങൾക്കായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ്, ഇവർക്കൊക്കെ ഇത്തരത്തിൽ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ ഞാനൊന്ന് സമ്മറൈസ് ചെയ്ത് പറയാം. അപ്പോൾ സമ്മറൈസ് ചെയ്യാന്ന് വെച്ചാൽ എന്താണെന്ന് മനസ്സിലായല്ലോ? ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ചുരുക്കി പറയുന്നതിനാണ് സമ്മറൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു കലയാണ്. എന്തിൻ്റെ കലയാണ്? റെക്കോർഡ് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക, സമ്മറൈസ് ചെയ്യുക, അനലൈസ് ചെയ്യുക, ഇൻ്റർപ്രറ്റ് ചെയ്യുക. എന്താണ്? ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. എന്നിട്ട് എന്ത് ചെയ്യുക? എന്നിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ആരോട്? ഇൻട്രസ്റ്റഡ് ആളുകളോട്. അപ്പോൾ ഈ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് എക്സാമിന്. ഷുവറായിട്ട് പഠിച്ചു വെക്കേണ്ടതാണ്. ഡെഫിനിഷൻ തീർച്ചയായിട്ടും പഠിച്ചു വെക്കണം. ഓക്കെ, so that's all for today, and if you like this video please like, share and subscribe. അടുത്ത വീഡിയോസ് ഇതിൻ്റെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. So thank you.